ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ റിവീലാണ് നമ്മുടെ സ്വന്തം ബസ്സിൻ്റെ. അപ്പോൾ ബസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പേരിട്ടത്, അതായത് എന്താ എഡിഷൻ നെയിം എന്താ, ബസ്സിൻ്റെ പേര് ത്രിലോകം എന്നാണോ, അങ്ങനെ പല ഡൗട്ടും ഉണ്ടാവും. ഒക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ നിന്നല്ല, നമ്മൾ ട്രോപ്പിക്സിലെ ഗ്യാരേജല്ല, ഷോറൂമിൽ നിന്നാണ് നമ്മൾ ബസ് എടുക്കുന്നത്. അപ്പം നമ്മൾ ബോഡിയൊക്കെ പണിത് സ്റ്റിക്കർ, ഗ്രാഫിക്സ് ഒന്നും അടിച്ചിട്ടില്ല. നെയിം ബോർഡും പിന്നെ ബാക്കിൽ വിൻഡോ കുറച്ച് സ്റ്റിക്കറും അതൊക്കെ, അതായത് ഗ്രാഫിക്സ് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ നറൂട്ടോൻ്റെ കൂടെയാണ് പോകാൻ പോണത്. അപ്പോൾ നറൂട്ടോൻ്റെ ഗ്യാരേജിക്ക് നമ്മൾ സിറ്റി 1ക്ക് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും 1ക്ക് നമുക്ക് ഞാൻ നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോണത്. വണ്ടിയുടെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പം ഇതിൻ്റെ ബാക്കത്തെ ലൈറ്റൊക്കെ ഞാനൊന്ന് പണിതതാണ്. അത് ഇങ്ങനത്തെ ഒരു ലൈറ്റിംഗ് ഒക്കെ എവിടെയും കിട്ടില്ല, ഈ ജോയിൻ്റ് ആയിട്ടുള്ള ലൈറ്റ്. അപ്പോൾ ഇതാ പറഞ്ഞ് സിറ്റി 1 എത്തി. അപ്പം നമുക്ക് ഏതായാലും ഇനി സിറ്റി ഇവിടെയാണ് നറൂട്ടോൻ്റെ ഗ്യാരേജ്. അപ്പം ഗ്യാരേജിൻ്റെ മുകളിലേക്ക് കയറി പോവാം. അപ്പോൾ ഇതാ ഇങ്ങനെ പോകണമെങ്കിൽ ഇവിടേക്ക് ബസ്സൊക്കെ കയറ്റുമ്പോൾ ഒത്തിരി പാടാണ്, കാരണം ഒറ്റ സ്ട്രെച്ചിൽ കണ്ടോ. അപ്പോൾ തന്നെ എൻ്റെ വണ്ടി തട്ടി, ഒറ്റ സ്ട്രെച്ചിൽ കയറ്റാൻ കഴിയില്ല വണ്ടിയൊന്നും. ഏത് വണ്ടിയാണെങ്കിലും കയറ്റാൻ കഴിയും. അത്രയും പ്രൊഫഷണലായിട്ടുള്ള ഡ്രൈവേഴ്സ് വേണം. കേസ് ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ, കുറേ കാറ് മാത്രമേ ഉള്ളൂ, ആൾക്കാരൊന്നും ഇല്ല. എവിടെ നമ്മുടെ ചെങ്ങായി, എവിടെ ഓനവിടെ ഒന്നും കാണാനില്ലല്ലോ. വരുമായിരിക്കും. അപ്പം നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം അവിടെ, അതാ നല്ലത്. വിളിച്ചൊക്കെ നോക്കി നമുക്ക് അങ്ങോട്ട് ട്രിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും വരുമായിരിക്കും. ഇപ്പോൾ ചെക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വൈകി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ, അതാ ഇവിടെ ഫുൾ ആളും നിറഞ്ഞു. നമ്മളേതായാലും ഇന്ന് ഈ വണ്ടിയിലാണ് പോണത്, അരിക്കൊമ്പൻ. നമുക്ക് ഏതായാലും മുന്നിൽ പോയി ഇരിക്കാതെ നല്ലത്. അപ്പോൾ ഈ ഈഗോ നെവർ അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സൈഡിൽ. അപ്പം ഇതെന്ത് ഈ വണ്ടിക്ക് അരിക്കൊമ്പൻ എന്ന പേരിടാൻ കാരണം എനിക്കറിയില്ല. ഏതായാലും പോവാം. നികു ബ്രോ ഓക്കെ അല്ലേ? സെറ്റായാൽ മതി. എൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നത് സേഫ് ആവൂലേ? വരുമ്പോൾ ഈ വണ്ടി ഇതേപോലെ ഉണ്ടാവണം. ഞങ്ങളെ ഗ്യാരേജൊക്കെ സേഫ് അല്ലേ? അതെന്താ ചോദ്യം ബ്രോ? ഇവിടുത്തെ അത്ര സേഫ് വേറെ എവിടെയില്ല. ഉണ്ടായാൽ മതി. അപ്പോൾ ഏതായാലും നമുക്കൊരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ ഞാൻ ട്രോപ്പിക്സിലെത്തിയിട്ട് കാണാം. അപ്പോൾ ട്രോപ്പിക്സൊക്കെ എത്തി. നികുബ്രോ ഒരു പാട്ടൊക്കെ വെക്കി. എന്തിനാടാ പാട്ട്? നമുക്ക് വച്ചോനെ കാത്തുക്കണ്ടേ, അവൻ വരില്ലേ? പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നല്ലോ അല്ലേ? നമ്മളെ ട്രോപ്പിക്സിലുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഓനെ കാത്തിക്കാണ്. ഓൻ റിവീലിങ്ങിന് വരില്ല, വെറുതെ നമ്മളൊന്ന് കാണാനായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഏതായാലും ഇവിടെ സൈഡാക്കിക്കോ നിക്ക് ബ്രോ. ഇവിടെ സൈഡാക്കിയാൽ മതിയാവും. ഞാൻ അവനോട് ആ പാലത്തിൻ്റെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അതായത് ഈ ട്രോപ്പിക്സിക്ക് വരുന്ന എൻട്രീൻ്റെ അവിടെയുള്ള ആ പാലത്തേക്ക് വരാനാണ് പറഞ്ഞത്. അപ്പോൾ വരുമായിരിക്കും. നമുക്കേതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. പുറത്ത് കഥാകുമ്പോൾ വരുന്നത് കാണാമല്ലോ. എന്തോ വരില്ലല്ലോ. വേർ ഈസ് ഹീ? ഓനവിടെ അവൻ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ കണ്ടിരുന്നല്ലേ ഒരു വണ്ടി വരും. ഒരു പിങ്ക് ഇതാണ്, M5 ആണ്. അതിപ്പോൾ എങ്ങോട്ട് M5ൻ്റെ പഴയതോ പുതിയതായിട്ടാണ്. ഗൈസ് അത് വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടിരുന്നു, പിന്നെ അവിടെ പോയിന്നറിയില്ല. അപ്പോൾ ഇതാ വരണം. ഇവിടെ നിർത്തട്ടെ. M5ൻ്റെ പുതിയത് തന്നെയാണ് ഗൈസ്. പിങ്ക് പാന്തർ എന്നൊക്കെ വണ്ടീൻ്റെ പേര്. ഇതെങ്ങനെയാണെന്നറിയില്ല. ഇത്രയും കിട്ടില്ല വണ്ടിയൊക്കെ അവന് കിട്ടിയത്. ഒരു ചീപ്പ് സെറ്റപ്പ് ആയിരുന്നു അവൻ. ഹലോ ബ്രോ, എങ്ങനെയുണ്ട് ഇപ്പോൾ? തുടങ്ങി അവൻ്റെ വാചകടി. അപ്പം റിവീലിന് ഉണ്ടാവില്ലല്ലോ ഒന്ന്. ഞങ്ങൾ രണ്ടാളല്ലേ പോകണ്. ഈ വരുമോ ഒന്ന്? കിട്ടില്ല, റിവീലാവും. ഇല്ല ബ്രോ, എനിക്കിവിടെ ഒരു പണി ഉണ്ടായിരുന്നു, പോയിട്ട് നമുക്കവിടെ പിന്നെ ബിസി മാനല്ലേ ഗൈസ്. എന്ത് ചോദിച്ചാലും തർക്കുത്തരം. അപ്പം നമുക്ക് ഏതായാലും ഒരു ഡ്രൈവൊക്കെ പോവാം. ഏതായാലും നമ്മളിങ്ങനെ കണ്ടുമുട്ടിയതല്ലേ, ഞാൻ കാർ എടുക്കട്ടെ. എനിക്ക് കുറച്ച് ഒന്ന് ഓടിച്ച് നോക്കാനൊരു പൂതി. ഞാൻ അതുവരെ M5 അധികം ഇങ്ങനെ ഓടിച്ചിട്ടില്ല. പിന്നെ എന്താ വണ്ടിയും കൂടിയല്ലോടാ ബ്രോ? അത് മതി. ഞാൻ ഏതായാലും പോവാം. നമുക്കൊരു ഡ്രൈവൊക്കെ ചെയ്തിങ്ങനെ വരാം. അധികം സമയമില്ല കേട്ടോ. ഞങ്ങൾക്കൊരു റിസോർട്ട് എടുത്തിന് ഇവിടെ. അപ്പം അവിടെ ഒന്ന് സ്റ്റേ ചെയ്യില്ല, ഒന്ന് ഫ്രഷ് അപ്പ് ആവാനാണ്. ഒന്ന് കുളിച്ച് മാറ്റി
ഒന്ന് പോകണം, നേരത്തെ പോകണം എന്ന്. ഗൈസ് നമ്മളവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും റൈഡൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് അയ്യോ ഗൈസ് വണ്ടി ഇടിച്ച്. ഗൈസ് ഓൻ എന്ത് പറയാവോ ഗൈസ്. അങ്ങനെ അത് വലിയ സീനായി. ചെങ്ങൈൻ്റെ എന്തൊക്കെയോ അറ്റാച്ച്മെൻറ്റുള്ള വണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കുറേ കൊടുത്ത്. ഇനിയിപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഒരു പെട്രോളിൻ്റെ പൈസ പോലും ഇല്ല കയ്യിൽ. വണ്ടിയിൽ കുറച്ച് എണ്ണ കണ്ടായിരിക്കും അവർ തരുമ്പോൾ. അപ്പം നമുക്ക് ഏതായാലും പൂളിലേക്ക് എടുത്ത് ചാടാം. എനിക്ക് ബ്രോ ചാട്. ഇടയ്ക്ക് വെള്ളം പണ്ടേ പേടിയാടാ, ഞാൻ പിന്നെ ഇജ്ജ് പറഞ്ഞോണ്ട് ചാടാം. ഗൈസ് ഞങ്ങൾക്ക് ഏതായാലും കുളിച്ചിട്ട് വരാം. നമ്മൾ ഗൈസ് ഫ്രഷായി കുളിച്ച് മാറ്റി. നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, അതായത് ആ ഡ്രസ്സ് തന്നെ ഒന്ന് പൊടി തട്ടി എടുത്ത് വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഫ്രഷപ്പിൻ്റെ കാര്യം ഞങ്ങൾ വരുമ്പോഴാണ് പ്ലാൻ ചെയ്തത്. ഈ റിസോർട്ടിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത റിസോർട്ടാണ്. അതായത് ഈ ടൈമിൽ ഉച്ച സമയമല്ല, ഒരു വൈകുന്നേരമായി തുടങ്ങി. വലിയ ഇതൊന്നുമില്ല. ആൾക്കാരൊക്കെ ചുറ്റാൻ പോയതാവും, ഇവിടെ നിന്ന് റൈഡൊക്കെ ചെയ്ത് ഇങ്ങനെ വരാൻ പോയതാവും. അപ്പോൾ ഗൈസ് നിഗുബ്രോനെ പെട്ടെന്ന് കണ്ടില്ല, അതാണ് ഞാൻ എവിടെ നോക്കിയത്. അപ്പോൾ ഇതാ നമ്മൾ ഷോറൂമിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നിഗുബ്രോ പോയോക്കട്ടെ, എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ട്. അടച്ചു പോയിക്കോ, ഞാൻ ഈ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഗൈസ് ഇതൊന്ന് സെയിലിൻ്റെ അവിടെ കൊണ്ടിട്ടാണ്. അത് പാർക്കേഴ്സെല്ലാം ഉണ്ടാവും. ഒക്കെ വലിയ ബസ്സൊക്കെ ശരിക്കും പുറത്താണ് നിർത്തിയിട്ടില്ല. ഇന്നിപ്പോൾ എന്താ ഉള്ളിലെന്ന് അറിയില്ല. ഗൈസ് നിയോൺ എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്, നിയോൺ ട്രാവൽ ഹബ്. വണ്ടി ഒരു ഗ്രീൻ തീമിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് എന്നാണ് എഡിഷൻ നെയിം കൊടുത്തിട്ടുള്ളത്. വണ്ടികൾ കോഴിക്കോടാണല്ലോ, കോഴിക്കോട് മീൻസ് എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴിക്കോടൻ എന്നാണ് എഡിഷൻ നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യണം. അപ്പോൾ ഏതായാലും ഒന്ന് ചെറിയ റിവ്യൂലാണ് കേട്ടോ, ഇപ്പോൾ ഗ്രാൻഡ് റിവ്യൂലൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇതാ വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്താ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അവിടുത്തെ ഓഫീസിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് ഒരു പറഞ്ഞു. പിന്നെ പറ്റൂല, അത്രയും സമയം നമുക്ക് ഏതായാലും ഇടിക്കാതെ തന്നാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഇടിക്കും. അപ്പം തനിക്ക് ബ്രോ അവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് വരാം. അപ്പോൾ ഈ ഒരു മുന്നത്തെ ഈ ഒരു നെയിം ബോർഡിക്കാണ് പറഞ്ഞ പോലെ തന്നെ ജെല്ലിയൊക്കെ പോലെ ഇങ്ങനെയുള്ളൊരു നെയിം ബോർഡ്. ഇനി ഇവിടെയും തട്ടാൻ തട്ടി. ഓക്കെ, നമുക്ക് ഏതായാലും അടിയിൽ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത് കുറച്ച് സമയമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ടൈം കുറച്ചൊന്ന് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് നമുക്ക് നിർത്താം വീഡിയോ. അപ്പോൾ അതാ അവിടെ ബസ്സിൻ്റെ പുതിയ അപ്ഡേഷൻസൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഫോളോ ചെയ്യാം.